അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് കൃപയും സമാധാനവും അത്യധികമായി നമ്മുടെ ദൈവത്തിങ്കിൽ നിന്നും വർദ്ധിച്ചു വരുമാറാകട്ടെ. നമ്മൾ ഇന്നലെ മുതൽ എബ്രായ ലേഖനത്തിന്റെ പഠനം ആരംഭിച്ചിരിക്കുന്നുവല്ലോ. ഇന്നലെയും നമ്മൾ മുഖവുരയിലാണ് നിന്നത്. ഇന്നും മുഖവുരയിൽ തന്നെ നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് പുസ്തകത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുവാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമാണ് എബ്രായർ, ഹീബ്രൂസ്. ഹീബ്രു ഈസ് എ ലാംഗ്വേജ് ആൻഡ് ഹീബ്രൂസ് ഈസ് എ പീപ്പിൾ. എബ്രായ ഭാഷ ഉണ്ട്, എബ്രായർ എന്ന ജനതയുണ്ട്. അപ്പോൾ എബ്രായ എന്നത് ഭാഷയും എബ്രായർ എന്നത് ഒരു സമൂഹവുമാണ്, ഒരു ജനതയുമാണ്. എബ്രായ ഭാഷ സംസാരിക്കുന്ന ജനതയും കൂടെയാണവർ. എബ്രായരുടെ ഔദ്യോഗിക ഭാഷയും എബ്രായ ഭാഷയാണ്. ഏറ്റവും ആദ്യം നമ്മൾ എബ്രായൻ എന്ന പദം കാണുന്നത് ഉൽപ്പത്തി 14:13 വാക്യത്തിലാണ്. ജെനസിസ് 14:13 is the first instance Hebrews mentioned. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഓടിപ്പോന്ന് ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. എബ്രായനായ അബ്രാം. സ്തോത്രം. അബ്രഹാമിനെയാണ് എബ്രായനെന്ന് ഏറ്റവും ആദ്യം സംബോധന ചെയ്ത് നാം ദൈവവചനത്തിൽ കാണുന്നത്. അങ്ങനെ എബ്രായനായ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തെ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പാരമ്പര്യത്തിൽ ജനിച്ചവരെ എബ്രായർ എന്ന് വിളിക്കുന്ന ഒരു പതിവ് വേദപുസ്തകത്തിലും അതുപോലെ തന്നെ മറ്റ് ചരിത്രങ്ങളിലും നാം കാണുന്നുണ്ട്. ഈ എബ്രായർ എന്ന പ്രയോഗം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നവരുടെ തലമുറകൾക്ക് ലഭിച്ച പേരാണ്. സ്തോത്രം. It was an exonym and later it became an endonym. Exonym means a name given by outsiders. എബ്രായർ എന്ന പേര് എബ്രായർക്ക് മറ്റുള്ളവർ കൊടുത്തതാണ്. മറ്റുള്ളവർ അവരെ വിളിച്ച പേരാണ്. അത് പിന്നീട് അവര് തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈവൻ ക്രിസ്ത്യൻസ് എന്ന പേരും അങ്ങനെയാണല്ലോ. ക്രിസ്ത്യാനികൾ എന്ന പേരും ക്രിസ്ത്യാനികൾക്ക് പുറത്തുള്ളവർ നൽകിയ പേരാണ്. എക്സോനീം, ഔട്ട്സൈഡേഴ്സ്. അപ്പം പുറത്തുള്ളവര് എന്തോ കാരണത്താൽ അവരെ എബ്രായർ എന്ന് സംബോധന ചെയ്തു. അത് എബ്രായര് അവർക്ക് ഒരു പേരായിട്ട്, അവരുടെ ഒരു ഐഡന്റിറ്റിയായി, അവരുടെ ഒരു സ്വത്വമായിട്ട് അവർ പിന്നീട് എടുത്തു. അങ്ങനെ അത് എൻഡോനീം ആയി എന്ന് പറയാം. ഇങ്ങനെയാണ് എബ്രായർ എന്ന ആ ഒരു പ്രയോഗം, അങ്ങനെ ഒരു ജാതിയല്ല, ആ ജാതിക്ക് കൊടുത്ത പേര് വന്നത്. എബ്രായർ എന്ന് എബ്രായരെ വിളിക്കാനുള്ള കാരണമായിട്ട്, എബ്രായർ എന്നതിൻ്റെ അർത്ഥമായിട്ടും കുറെ തിയറീസ് ഉണ്ടെങ്കിലും 3 തിയറികൾ, 3 സാധ്യതകളാണ് വളരെ സ്വീകാര്യമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ജെനസിസ് 10:21.
ഏബരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫേത്തിന്റെ ജ്യേഷ്ഠനുമായ ശേമിനും പുത്രന്മാർ ജനിച്ചു. 24 കൂടെ. അർപ്പക്ഷാദ് ശാലേഹിനെ ജനിപ്പിച്ചു. ശാലഹ് ഏബരിനെ ജനിപ്പിച്ചു. ഇതുപോലെ തന്നെ 11-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 16 വരെയും, ചാപ്റ്റർ 11 വേഴ്സസ് 14 to 16, അവിടെയും നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു പേര് കണ്ടോ, ഏബർ. ഏബർ. അപ്പോ എബ്രായർ എന്ന പേരിന് സാധ്യതയുള്ള 3 കാര്യങ്ങൾ, 3 തത്വങ്ങൾ, 3 സിദ്ധാന്തങ്ങൾ, അതാണ് നാം നോക്കുന്നത്. 3 principles that derives the name Hebrews. First is because of this Eber, and his descendants are called Hebrews. ഈ ഏബറിന്റെ വംശപാരമ്പര്യക്കാരാണ് എബ്രായർ എന്ന ഒരു വാദമുണ്ട്. അബ്രഹാമും അബ്രഹാമിന്റെ പിതാവായ തേരഹുമൊക്കെ ജനിക്കുന്നത് ഈ ഏബറിന്റെ വംശത്തിലാണെന്ന് 11-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പൂർവപിതാവായ ഏബറിന്റെ വംശക്കാർ എന്ന നിലയിൽ എബ്രായർ എന്ന പേര് വന്നു എന്ന് ചിലര് അഭിപ്രായപ്പെടുന്നു. ഇതൊന്നും ഉപദേശപരമായ കാര്യങ്ങളോ സ്വർഗത്തിൽ പോകാൻ ആവശ്യമുള്ളതൊന്നും അല്ല കേട്ടോ. നമ്മൾ എബ്രായർ എന്ന ആ ഒരു പദം, ആ പേര് ഒന്ന് പഠിക്കുന്നു. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ നോക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ അഭിപ്രായം വരുന്നത്, അതിന് പ്രത്യേകിച്ച് ഇവിടെയും പറയുന്ന ഒരു കാര്യം എന്നത്, എബ്രായർ എന്ന ഹീബ്രൂസ് എബ്രായ ഭാഷയിൽ എബ്രായർ എന്ന് പറയുന്നതിന് ഇവ്രി എന്നോ ഇബ്രി എന്നോ പറയാറുണ്ട്. IVRI അല്ലെങ്കിൽ IBRI. ഇത് 2 രീതിയിലും എഴുതാറുണ്ട്. ഇവ്രി എന്നോ ഇബ്രി എന്നോ. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ മൂലവാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രോസ് ഓവർ ഓർ ഫ്രം ദ അതർ സൈഡ് എന്നൊക്കെയാണ്. സ്തോത്രം. അപ്പം ആ ഒരു അർത്ഥത്തിലും എബ്രായർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഏറ്റവും ആദ്യമായിട്ട് അബ്രഹാമിനാണ് ആ പേര് കിട്ടിയത്. ആ പേര് പുറത്തുള്ളവർ അബ്രഹാമിനെ വിളിച്ചതാണ്. കാരണം യൂഫ്രട്ടീസ് നദി കടന്ന് കനാനിലേക്ക് വന്നവൻ എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. യൂഫ്രട്ടീസ് നദി. ചിലരതിനെ യോർദാൻ കടന്നു വന്നു എന്ന നിലയിലും പറയാറുണ്ട്. ഏതായാലും നദി കടന്നു വന്നവൻ എന്നാണ് എബ്രായൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന രണ്ടാമത്തെ തത്വം. നദി കടന്നു വന്നവൻ. ഈ ഇവ്രി എന്നോ ഇബ്രി എന്നോ അല്ലെങ്കിൽ ആ ഒരു മൂലവാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് മറികടന്നവൻ, കടന്നു വന്നവൻ, കടവ് കടന്നു വന്നവൻ, നദി മുറിച്ച് കടന്നവൻ, അക്കരയിൽ നിന്ന് ഇക്കര വന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ബാബിലോണിനെ കുറിച്ച് വെളിപ്പാട് 17-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ നിമ്രോദിനെ കുറിച്ചും ബാബിലോണ്യ മതത്തെക്കുറിച്ചുമൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വെച്ച് പഠിച്ചപ്പോൾ മെസോപ്പൊട്ടാമിയയുടെ അർത്ഥമൊക്കെ കണ്ടു. അബ്രഹാം മെസോപ്പൊട്ടാമിയക്കാരനായിരുന്നുവെന്ന് നമുക്കറിയാം. അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിൽ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോഴും പറയുന്നുണ്ട്, മെസൊപ്പൊത്താമിയയിൽ നിന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്നൊക്കെ.
മെസോപ്പൊട്ടാമിയ അല്ലെങ്കിൽ മെസോപ്പൊട്ടാമിയയുടെ അർത്ഥവും നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. ബിറ്റ്വീൻ ദ റിവേഴ്സ്, മെസോപ്പൊട്ടാമിയ, ഹിപ്പോപൊട്ടാമസ് ഒക്കെ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചതായിരുന്നു. അപ്പം നദികളുടെ ഇടയിൽ, രണ്ട് നദികളുടെ ഇടയിൽ പാർത്തിരുന്നയാളായിരുന്നു അബ്രഹാം. അവിടുത്തുകാരനായിരുന്നു താൻ. എന്നാൽ ദൈവം അവനെ വിളിച്ചപ്പോൾ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് അവനോട് പറഞ്ഞപ്പോൾ, അവൻ അവന്റെ കുടുംബവുമായിട്ട് യാത്ര ചെയ്തു, നദി കടന്നു വന്നു. അപ്പോൾ അക്കരയിൽ നിന്നും ഇക്കര വന്നവൻ എന്ന് കനാന്യർ അബ്രഹാമിനെ വിളിച്ചിരുന്നു. അങ്ങനെ ആ പേര് അവർക്ക് കിട്ടി. അതാണ് അർത്ഥം എന്ന് കരുതുന്നു. അതിനൊരു സാധ്യത ഇല്ലാതില്ല. നമ്മള് പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമുക്കേറെ പരിചയമുള്ള യോശുവയുടെ അന്ത്യസമയത്ത് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നമുക്കറിയാമല്ലോ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു. ആ പ്രസംഗത്തിൽ യോശുവ അവരോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നിങ്ങൾ ആരെ സേവിക്കാനാ? നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, അതല്ലേ? അതെ, അത് തന്നെ. നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് എന്ന് തിരഞ്ഞുകൊടുത്തുള്ളൂ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. അപ്പൊ കണ്ടോ, അവിടെ യോശുവ അവരുടെ പിതാക്കന്മാരുടെ സംഗതി പറയുകയാണ്. നദിക്ക് അക്കരെ വെച്ച്, അത് യോർദാൻ നദിയുടെ അക്കരയാണ് കേട്ടോ, യോർദാൻ നദിയുടെ അക്കരെ വെച്ച്. അതുപോലെ തന്നെ അവരുടെ ആദിമ സമയത്തേക്ക് പോയാൽ യൂഫ്രട്ടീസിന്റെ അക്കരെ വെച്ച്. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവങ്ങളിൽ ആരെയെങ്കിലും നിങ്ങൾ സേവിക്കുന്നെങ്കിൽ സേവിച്ചോ. അപ്പോൾ അബ്രഹാമിനെ നദിക്ക് അക്കരെ വെച്ച് ദൈവം വിളിച്ചു, ഇക്കരെ കൊണ്ടുവന്നു എന്ന് ദൈവിക വിളിയുടെ വിഷയത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പേരും കൂടെയാണ് എബ്രായർ എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ തിയറി, അവരുടെ പേരിന്റെ രണ്ടാമത്തെ തത്വം. മൂന്നാമതൊരു തത്വമുണ്ട്, അത് കൂടുതലും ഈജിപ്ഷ്യൻ റെക്കോർഡ്സിലുള്ളതാണ്. ഈജിപ്തിന്റെ മിസ്രൈമ്യരുടെ ചരിത്രത്തിലൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സാധ്യതയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിറ്റ് കോൺട്രവേഴ്സ്യൽ ടു. അതൊരല്പം എല്ലാവരും അംഗീകരിക്കുന്നതല്ല, എങ്കിൽ കൂടെ ഒരു പഠനത്തിന് എന്ന നിലയിൽ അത് ഞാൻ പറയുന്നു. അതായത് അത് ഹാബിറു, HABIRU, ഹാബിറു, അല്ലെങ്കിൽ ആപ്പിറു, APIRU, ആപ്പിറു. ഈ രണ്ട് പേരുകൾ പ്രത്യേകിച്ച് മിസ്രൈമ്യരുടെ ചരിത്രത്തിൽ അവരുടെ രേഖകളിലുള്ളത് ആപ്പിറു എന്ന പേരാണ്. അതായത് ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഏതാണ്ട് അതേ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഈ ഹാബിറു എന്ന് പറയുന്ന ഒരു ജനസമൂഹം കനാൻ നാട്ടിലേക്ക് കയറുകയും കനാൻ നാട്ടുകാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ജാതിക്കെതിരെ കനാന്യരെ സഹായിക്കാൻ വേണ്ടി കനാനിലെ നിവാസികൾ മിസ്രൈമ്യ രാജാവായ ഫറവോന് കത്തെഴുതി, നിങ്ങൾ സൈന്യത്തെ അയച്ച് ഞങ്ങളെ ഈ ജനതയിൽ നിന്നും വിടുവിക്കണം. അങ്ങനെ ഹാബിറു എന്ന് കനാൻ നാടിനെ കൈവശമാക്കുവാൻ കടന്നു വന്ന ജനതയെ ഈ ഹാബിറു എന്ന പേരിൽ വിളിച്ചു. ആ ഹാബിറു ആണ് രൂപാന്തരപ്പെട്ട് ഹീബ്രു
ആയത് എന്ന ഒരു തത്വമാണുള്ളത്. അത് വേദപുസ്തകത്തിന് പുറത്തുള്ള ഒരു ചരിത്ര വസ്തുത പോലെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ 3 പ്രധാന തത്വങ്ങളാണ് എബ്രായർ എന്ന പേരുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മനസ്സിലായി കാണുമല്ലോ, ഇല്ലെങ്കിലും സാരമില്ല, ഇത് വെറും ഒരു പഠനാർത്ഥം മാത്രം പറഞ്ഞു എന്നുള്ളൂ. എന്നാലും എബ്രായർ എന്ന് പറയുമ്പോൾ എന്താ, ആരാ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ്. ഈ എബ്രായരെ പിൽക്കാലത്ത് യഹൂദന്മാരെന്ന് വിളിച്ചു വന്നു. പ്രത്യേകിച്ച് യഹൂദൻ എന്ന പേര് ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കുന്നത് ബാബിലോണ്യ പ്രവാസകാലത്തോടു കൂടെയാണ്. These people were known as, or the beginning of their identity as Jews began by the Babylonian exile. ബാബിലോണിയ പ്രവാസത്തോടുകൂടെയാണ് ഇസ്രായേലിയരെ യഹൂദൻ എന്ന് പരക്കെ വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ എബ്രായരും യഹൂദനും ഇസ്രായേലിയരും എല്ലാം ഒന്ന് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം എബ്രായർക്കുള്ളത് എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ സഹായിക്കും എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ചിലർക്ക് ഇത് പഠിക്കുന്നത് അറിയുന്നതുമൊക്കെ രസാവഹമാണ്, താല്പര്യമുള്ളതാണ്. അവർക്ക് വേണ്ടിയും കൂടെയാണ് ഇത് പറഞ്ഞത്. എല്ലാവർക്കും ഇതിൽ വലിയ താല്പര്യം കാണത്തില്ല. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ രക്ഷയൊന്നും ബാധിക്കുന്ന കാര്യമല്ലെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞ് അത്രയും കൊണ്ടങ്ങ് നിർത്തുന്നു. അപ്പം ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ, ഈ വിഷയങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എബ്രായ ഭാഷയിൽ ഇവ്രി അല്ലെങ്കിൽ ഇബ്രി എന്ന് വിളിക്കുന്നു. അതുപോലെ ഗ്രീക്ക് ഭാഷയിൽ എബ്രായോസ് എന്നാണ് വിളിക്കുന്നത്. എബ്രായോസ്, EBRAIOS, എബ്രായോസ്. ലാറ്റിൻ ഭാഷയിൽ ഹെബ്രായോസ് എന്ന് വിളിക്കും. HEBRAEUS, ഹെബ്രായോസ് എന്നും വിളിക്കും. എബ്രായ ഭാഷയിൽ പ്ലൂറൽ, ബഹുവചനമായിട്ട് ഇവ്രീം അല്ലെങ്കിൽ ഇബ്രീം എന്ന് വിളിക്കും. ഇബ്രി, EIBRI അല്ലെങ്കിൽ IVRI എന്നത് സിംഗുലറും അതിൻ്റെ കൂടെ M എന്നും കൂടെ ചേർത്താൽ പ്ലൂറലുമായി. എബ്രായർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. അതിൽ നമ്മൾ ഇന്നലെ തന്നെ കണ്ടു, ഈ ജനതയ്ക്ക്, ഏത് ജനതയ്ക്ക്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെ വംശപാരമ്പര്യത്തിൽ പിറന്ന എബ്രായ ഭാഷ ഔദ്യോഗിക ഭാഷയായി സംസാരിച്ചു വന്ന ജനതയ്ക്ക്. നദിക്കക്കരെ നിന്ന് ഇക്കരെയുള്ള കനാൻ നാട്ടിലേക്ക് കുടിയേറി വന്ന മൈഗ്രൻസ് ആയിട്ട് വന്ന, പിന്നീട് അവിടുത്തെ ഇമിഗ്രൻസ് ആയിട്ട് മാറിയ, അവിടുത്തെ സ്വദേശികളെ പോലെ അവിടെ അവകാശമായി പ്രാപിച്ച ജനത. അവർക്കാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതോടൊപ്പം തന്നെ അപ്പം എബ്രായർ എന്ന പദവും പേരും നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തത് നമ്മൾ ഇനി നോക്കുന്നത്, ഇത് ആർക്കാണ് എഴുതിയത്? ഹൂ ആർ ദ റെസിപ്പിയൻസ്? സ്വീകർത്താക്കൾ ആരാണ്? ഒറ്റ അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു, എബ്രായരാണ് ഇതിന്റെ സ്വീകർത്താക്കൾ. ജനറലി വി ഹാവ് സീൻ ദ റെസിപ്പിയൻസ് ആർ ദ ഹീബ്രൂസ്. More explicitly, the recipients are the Hebrew Christians.
ഹീബ്രു ക്രിസ്ത്യൻസ്. എല്ലാ യഹൂദന്മാരെയും ഉദ്ദേശിച്ച് എന്നതിനേക്കാൾ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇത് എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ചും കൂടെ നമ്മൾ അടുത്തു വന്നാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് യേശുവിൽ നിന്ന് പതിയെ പിന്മാറി തുടങ്ങിയ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതി എന്ന് മനസ്സിലാക്കാം. അപ്പം ഒരേ വിഷയത്തിന്റെ 3 തലങ്ങൾ കണ്ടോ. 1 എബ്രായർക്ക്, 2 എബ്രായ ക്രിസ്ത്യാനികൾക്ക്, ഹീബ്രു ക്രിസ്ത്യൻസിന്, 3 പിന്മാറി തുടങ്ങിയ പിന്മാറ്റക്കാരായ എബ്രായ ക്രിസ്ത്യാനികൾക്ക്. പിന്മാറാൻ തുടങ്ങിയ എബ്രായ ക്രിസ്ത്യാനികൾക്ക് 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ നാം ആ കാര്യം കാണുന്നുണ്ട്. അല്പം കൂടെ വിശദീകരിച്ച് ഞാൻ പറയാം. എന്നാലും തൽക്കാലത്തേക്ക് ആ ഭാഗങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ 3 പുസ്തകങ്ങളിൽ എടുത്തെഴുതിയിട്ടുള്ള ഒരു പഴയ നിയമ ഭാഗം വളരെ പ്രസക്തമായിട്ടുള്ളത് നാം അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 36 തൊട്ട് 10:36 ഫോളോയിങ്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഇതുകൂടാതെ വേറെയും പല വാക്യങ്ങൾ നമുക്ക് എബ്രായ ലേഖനത്തിനകത്ത് നിന്ന് കാണാൻ പറ്റും. ഈ ലേഖനം എഴുതിയത് ഇങ്ങനെ ക്രിസ്തുവിൽ നിന്ന് പിന്മാറി തുടങ്ങിയ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടിയാണെന്ന്. സ്തോത്രം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രയോഗമാണത്. അത് നാം എബ്രായ ലേഖനം, ഗലാത്യ ലേഖനം, റോമാലേഖനം, ഈ 3 ലേഖനങ്ങളിൽ കാണുന്നുണ്ട് ആ വാക്യത്തിന്റെ ഉദ്ധരണികൾ. എന്നിട്ട് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഹൃദയത്തിന് അവനിൽ പ്രസാദമില്ല. എന്നിട്ട് പറയുന്നു, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച്, ഞാൻ കൂട്ടിച്ചേർക്കുന്നു, വിശ്വാസത്തിൽ നിലനിന്ന് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അപ്പം ദ റെസിപ്പിയൻസ് എടുത്തു പറഞ്ഞിട്ടില്ല ആരാണെന്ന്, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എബ്രായരാണ്, എബ്രായ ക്രിസ്ത്യാനികളാണ്. 3 വിശ്വാസത്തിൽ നിന്ന് പിന്മാറി തുടങ്ങിയവരാണ്. ഇതാണ് പ്രധാനമായും റെസിപ്പിയൻസ്, സ്വീകർത്താക്കളാര് എന്നതിന് ഉത്തരം. എന്നാൽ ഓർക്കുക, എഴുതിയത് ആരാണ്, എഴുതിയത് ആർക്കു വേണ്ടിയാണ്, എഴുതിയത് എവിടെ നിന്നാണ്, ഈ കാര്യങ്ങൾക്ക് പുസ്തകത്തിനകത്ത് നിന്ന് കൃത്യമായ ഉത്തരം നമുക്ക് ലഭ്യമല്ല. ഓക്കെ, ദീസ് 3 things are unknown: the writer, the recipients, and the place from it was written. ഈ 3 കാര്യങ്ങൾ അൺനോൺ ആണ്, അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇതിനെ അനാഥലേഖനം എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത്. എന്നാൽ അനാഥത്വം മാനുഷിക എഴുത്തുകാരന്റെ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവം ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിത് ലഭിച്ചത്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാമല്ലോ.
അപ്പൊ പ്രധാനമായിട്ടും ഇത് ആർക്ക് വേണ്ടി എഴുതി എന്ന് ചോദിച്ചാൽ ഈ 3 ഉത്തരങ്ങൾ. അതിന്റെ കൂടെ വേറെ ചിലതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആർക്ക് വേണ്ടി എഴുതി എന്നതിന്റെ പൊതുവായ ഉത്തരമാണ് 3 ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. 4-ാമത്തേതാണ് ഇപ്പോൾ നാം ചിന്തിക്കാൻ പോകുന്നത്. 3:1, 3:1. Therefore, holy brothers who share in the heavenly calling, fix your thoughts on Jesus, the apostle and high priest, whom we confess. ഹോളി ബ്രദറൻ. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോൾ ഇവർ ഈ എഴുതിയിരിക്കുന്നത് ഈ ലേഖനം കൈപ്പറ്റുന്നത്, സ്തോത്രം, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് പാർക്കുന്ന ഒരു ജനത മാത്രമല്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു പേര് അവിടെ എഴുതാഞ്ഞത്. പക്ഷേ ഇവരാരാണെന്ന് മനസ്സിലാക്കാം. വിശ്വാസികളാണ്. പൗലോസ് അവരെ വിളിക്കുന്നത് ബ്രദറൻ, ഹോളി ബ്രദറൻ, ഹൂ വയർ കോൾഡ് ഔട്ട്. ഇപ്പൊ എഴുത്തുകാരനെ പോലെ ലേഖകൻ ആരുമാകട്ടെ, ലേഖകനെ പോലെ ഒരേ വിശ്വാസം പങ്കുവെക്കുന്ന ലേഖകനെ പോലെ തൻ്റെ സഹോദരീയ ബന്ധത്തിൽ ഉള്ള വ്യക്തികളാണ് ഈ കത്തിന്റെ വായനക്കാർ സ്വീകരിക്കുന്നവരെന്ന് മനസ്സിലാക്കാം. അപ്പൊ വിശ്വാസികളാണ്, സഹോദരന്മാരാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്, വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 മൂലപദങ്ങളാണ് സഭയെ കുറിക്കാൻ വേണ്ടിയിട്ട് പുതിയ നിയമത്തിലുള്ളത്. 2 പ്രധാന പദങ്ങൾ. അതിൽ ഒരെണ്ണം നമുക്ക് ഒത്തിരി പരിചയമുള്ളതാണ്, മറ്റേത് അതിനേക്കാൾ പരിചയമുള്ളതാണെങ്കിലും സഭയോടുള്ള ബന്ധത്തിലാണെന്ന് പലർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് എക്ലീസിയ എന്ന പദമാണ്. എക്ലീസിയ. ഈ CC ചിലർ കെ എഴുതാറുണ്ട്. എങ്ങനെയായിക്കോട്ടെ, എക്ലീസിയ, ESIA, എക്ലീസിയ, സഭ. ആ എക്ലീസിയയുടെ അർത്ഥം 2 പദങ്ങളുടെ സംയോജനമാണ് എക്ലീസിയ. എക് ആൻഡ് കാലയോ. അർത്ഥം ഔട്ട് ഓഫ്. ദാറ്റ് മീൻസ് കോൾഡ് ഔട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്ക്, ഞങ്ങളുടെ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരു സെഷനിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. സഭ, എക്ലീസിയ എന്ന നിലയിൽ, എക്ലീസിയ എന്ന പദത്തിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്ന അർത്ഥമുള്ളത് കൊണ്ട് നമുക്ക് സഭയെ ഇങ്ങനെ വിവക്ഷിക്കാം: ദൈവത്താൽ ലോകത്തിൽ നിന്ന് ദൈവത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ദൈവത്താൽ ദൈവത്തിനു വേണ്ടി ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. Having considered the meaning of ecclesia in Greek, we can define the church as the group of people called out from the world by God and for God. People called out from the world by God and for God.
ദൈവത്തിനു വേണ്ടി ദൈവത്താൽ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സംഘം, കൂട്ടം എന്നാണ് സഭയെ എക്ലീസിയ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അക്കാലത്ത് രാജാക്കന്മാർ, എംപറേഴ്സ്, ചക്രവർത്തിമാർ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് ചേർക്കുന്ന സംഘങ്ങളെ കുറിക്കാനായിരുന്നു എക്ലീസിയ എന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എക്ലീസിയ, the word was used to those groups of people the emperor used to call as a, maybe in our languages we can understand as a council, as a parishad. ഒരു കൗൺസിൽ പോലെ, ഒരു മീറ്റിംഗ് പോലെ ചക്രവർത്തിമാര് വിളിച്ച് വേർതിരിക്കുന്ന സംഘങ്ങളെയാണ് അങ്ങനെ വിളിക്കുമായിരുന്നത്. സ്തോത്രം. മറ്റൊരു പേരുണ്ട്, കുര്യാക്കോസ് എന്ന. അത് നമ്മുടെ ഇടയിലൊക്കെ പലർക്കും ആ പേരുണ്ട്. കുര്യാക്കോസ് എന്ന് നമ്മൾ വിളിക്കും. കുറിയോസ് എന്ന് പറഞ്ഞാൽ ലോർഡ്, കർത്താവ് എന്നാണ് കുറിയോസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്, കർത്താവിനുള്ളത് എന്നാണ് അർത്ഥം. കർത്താവിനുള്ളത്. ഇപ്പൊ സഭയെ കുറിക്കാനുള്ള രണ്ട് പ്രധാന ഗ്രീക്ക് പദങ്ങളാണ് എക്ലീസിയ, രണ്ട് കുറിയാക്കോസ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എക്ലീസിയ. അതാണ് നാം എബ്രായർ 3:1 കണ്ടത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് വെച്ചാൽ ദൈവം ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് എഴുത്തുകാരൻ വായനക്കാരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ലേഖനം, ഈ കത്ത് ആർക്ക് എഴുതി എന്ന് ചോദിച്ചാൽ, നാലാമത് ആർക്ക് എഴുതി? സഭയ്ക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എഴുതി. അഞ്ചാമത്തെ കാര്യം, ഇത് ആർക്കു വേണ്ടി എഴുതി എന്ന് ചോദിച്ചാൽ, 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചോളൂ. 2:1. We must pay more careful attention, therefore, to what we have heard, so that we do not drift away. It was written to those Christians, Hebrew Christians, who were in the danger of drifting away. ഒഴുകിപ്പോകാൻ ഉള്ള അപകടകരമായ അവസ്ഥയിൽ നിന്നിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി, ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നവർക്ക് വേണ്ടി. 3:12 കൂടെ വായിച്ചോ. 3:12. See to it, brothers, that none of you has sinful, unbelieving heart that turns away from the living God. Turning away from the living God. Who were in danger of drifting away? Who were in danger of turning away from the living God? ജീവനുള്ള ദൈവത്തിൽ നിന്ന് മാറിപ്പോകാൻ, തെന്നിമാറാൻ ഇങ്ങനെ നിന്നിരുന്ന, സാധ്യതയുണ്ടായിരുന്ന ഒരു ജനതയ്ക്കാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പിന്മാറ്റക്കാരെന്ന പ്രയോഗവും നടത്തിയത്. 4-ാമത്, 4-മല്ലോ, 5-ാമത്, 6-ാമത്, അടുത്തത് എത്രന്ന് വെച്ചാൽ നിങ്ങൾ എത്ര? 6. ഓക്കെ, 6. 6-ാമത്തെ കാര്യം 2:3 അല്ലെങ്കിൽ 2:2 തുടർച്ചങ്ങ് വായിച്ചോളൂ. For if the message spoken by angels was binding, every violation and disobedience received its just punishment. How shall we escape if we ignore such a great salvation? This salvation, which was first announced by the Lord, was confirmed to us by those who heard him.
അവിടെ കണ്ടോ, this letter was written to those believers who came to the faith by the testimony of eyewitnesses to Christ. Those who came to the faith by listening to the eyewitnesses of Christ. യേശു ക്രിസ്തുവിന്റെ ദൃക്സാക്ഷികളായവരുടെ സാക്ഷ്യം കേട്ട വിശ്വാസത്തിലേക്ക് വന്നവരോടാണ് ഈ ലേഖനം പ്രതിപാദിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കണ്ടത്, ആ വിശ്വാസത്തെ പല നിലയിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രയോഗം എന്താണ്? സ്തോത്രം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അടുത്തതാണ് മലയാളത്തിൽ 4-ാം വാക്യത്തിലാണ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. കേട്ടവർ, കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടവർ തന്നെയാകാം. സ്തോത്രം. And therefore, next point, it may be written to a second generation Christians. A second generation Christians. കേട്ടവർ ഉറപ്പിച്ചു തന്നു. 6-ാമത്തേതായിട്ടാണ് നമ്മൾ കണ്ടത്. കർത്താവിൽ നിന്നും കേട്ടവരിൽ നിന്നും അവരുടെ സാക്ഷ്യം കേട്ട്, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സാക്ഷിയല്ല, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുവീൻ എന്ന അർത്ഥത്തിലാണ് സാക്ഷ്യം എന്നിവിടെ പറയുന്നത്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പൊ കേട്ടവരിൽ നിന്നും നേരിട്ട് കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്കാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ 6-ാമത്തേതായിട്ട് കണ്ടു. 7-ാമത്തേതായി അതേ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. It may be a second generation Hebrew Christians. ഒരു 2-ാം തലമുറക്കാരാകാം. 1-ാം തലമുറക്കാരിൽ നിന്ന് കേട്ടു വിശ്വസിച്ചവർ. സ്തോത്രം. Who came to the faith by the testimony of a first generation Christians. It is possible. It is possible. That is the 7th thing in the recipients. സ്വീകർത്താക്കൾ ആര് എന്നതിൻ്റെ 7-ാമത്തെ സാധ്യതയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കേട്ടവരിൽ നിന്ന്, വിശ്വസിച്ചവരിൽ നിന്ന് സാക്ഷ്യം കേട്ട് കർത്താവിങ്കിലേക്ക് വന്ന 2-ാം തലമുറക്കാരാകാൻ സാധ്യതയുണ്ട്. 8-ാമത്തെ കാര്യം they were not novice. They were not novice means they were not new disciples. ഇവര് പുതിയ തലമുറക്കാരല്ല. ഏതായാലും ഉടനെയെങ്ങും വിശ്വാസത്തിൽ വന്നവരല്ല, അല്പം പഴക്കമുള്ളവരാ. പുതിയ വിശ്വാസികൾ അല്ല ഇതിന്റെ സ്വീകർത്താക്കൾ. എബ്രായ ലേഖനം വായിച്ചവർ അല്ലെങ്കിൽ ആർക്കാണോ അപ്പോസ്തലൻ ഇത് എഴുതിയത് അവർ ആരല്ല? പുതിയ വിശ്വാസികൾ അല്ല. 5:12 5:12 കാലം നോക്കിയ In fact, വായിച്ചു. In fact, though by this time you ought to be teachers, you need someone to teach you the elementary. You ought to become teachers if the time is considered. കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണമായിരുന്നു. അപ്പം ആരല്ല ഇവര്? ഇപ്പോഴെങ്ങും പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവരല്ല, പഴയ വിശ്വാസികളാണ്. സ്തോത്രം. 9-ാമത്തെ കാര്യം 5:11
We have much to say about this, but it is hard to explain because you are slow to learn. They were dull to hear. They were slow to understand. ഈ ലേഖനം കൈപ്പറ്റിയവർ അവര് കേൾക്കാൻ മാന്ദ്യമുള്ളവരായി തീർന്നു. ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ കാര്യങ്ങൾ കേൾക്കാൻ മാന്ദ്യമുള്ളവരായ വിശ്വാസികളായിട്ട് ഇവർ മാറി. എല്ലാം പഠിച്ചോ? ഇല്ല. ആത്മീയ പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവര് ശൈശവാവസ്ഥയിലാണ്. കാരണം എന്താ? അവർക്ക് ദൈവവചനം പഠിക്കാനായിട്ടുള്ള മനസ്സില്ല. കേൾക്കാൻ മാന്ദ്യമുള്ളവരായി. They became slow to hear, dull in hearing the word. Not that interesting to learn the truths of Christ. These people were not longing to know more and more about Christ. ഓർമ്മ കാണുമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്ന 3 കാര്യങ്ങൾ. Know Christ more clearly. Second, Nearly. Follow him follow Christ more nearly. and third, Love him more dearly. dearly. love Christ more dearly. ആ വിഷയത്തിൽ ഇവർ പുറകോട്ടായിരുന്നു. To know Christ more clearly, ആ വിഷയത്തിൽ ഇവര് പുറകോട്ടായിരുന്നു. അറിയാനായിട്ട് പോലും അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ശൈശവാവസ്ഥയിൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മള് ന്യൂസ് ചാനലൊക്കെ ഇട്ട് TV കണ്ടുകൊണ്ടിരുന്നാൽ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുവോ? ഇല്ല. അവർക്ക് ബോറടിക്കും. അവർക്ക് താല്പര്യം കാണത്തില്ല. ഞങ്ങളുടെ ചർച്ചിലൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഒത്തിരി താല്പര്യത്തോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയില്ല, ചെറിയതായിട്ടൊക്കെ സംസാരിക്കത്തുള്ളൂ. അവരുടെ വീട്ടുകാര് കൊച്ചു കൊച്ചു വാക്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ മൂത്ത കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, മോളെ വാക്യം പറഞ്ഞേ. വാക്യം പറഞ്ഞെന്ന് പറഞ്ഞതുമല്ല, അതിൻ്റെ തൊളത്തോട്ട് അങ്ങ് കിടന്നു. പിന്നെ ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എഴുന്നേറ്റ് വന്നു. ഒന്നുകൂടെ പറഞ്ഞു, വാക്യം പറഞ്ഞു. പിന്നെയും അതിവേഗത്തിൽ പോയി പിന്നെയും എൻ്റെ തൊളത്തം കിടന്നു. പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ഇത് പൊതുവെ മനുഷ്യന്റെ അകത്തുള്ളൊരു കാര്യമാണ്. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യക്കുറവ്. ബാക്കിയുള്ളതൊക്കെ ഗ്രഹിക്കാൻ ഇവർ ഭയങ്കര ജീനിയസാണ്, ഭയങ്കര ബുദ്ധിയാണ്. ലോകത്തിലുള്ള വേറെ എന്ത് കാര്യവും പഠിച്ചെടുക്കാൻ വിദഗ്ധര. പ്രായത്തെ കവിഞ്ഞുള്ള അറിവ്, പക്വത ഒക്കെ ഇവർക്കുണ്ടാകാം. പക്ഷേ ദൈവിക വിഷയങ്ങളിലേക്ക് വരുമ്പം ഭയങ്കര ബോറിങ്ങാണ്. രാഷ്ട്രീയം എടുത്തിട്ട് വെള്ളം പോലും കുടിക്കാൻ മറന്നുപോകും. ആഹാരം കഴിക്കാൻ മുറിച്ചെടുത്ത ചപ്പാത്തി കയ്യിൽ വെച്ചോണ്ട്, ഉരുട്ടിയ ചോറിന്റെ ഉരുള കയ്യിൽ വെച്ചോണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവിക വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ല. പറയാമെന്ന് പറയുമ്പോഴേക്കും തന്നെ ഇവർക്ക്
മൂക്കിലൂടെ എടുക്കുന്ന ഈ ഓക്സിജൻ പോരാതെ വരും. അപ്പോൾ പിന്നെ വായു തുറന്ന് ഒരുമിച്ച് വലിച്ചെടുക്കും. ഇത് സാധാരണമാണ്. ഈ എബ്രായ വിശ്വാസികളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഡൾ ടു ഹിയർ, മനസ്സിലാക്കാൻ, കേൾക്കാൻ, പഠിക്കാൻ താല്പര്യമില്ലായ്മ. സ്തോത്രം. അടുത്തത് ഈ വിഷയത്തോട് തന്നെ ചേർന്നുള്ളതാണ്. അതേ ഭാഗത്ത് എബ്രായർ 5:13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. They were in spiritual infancy. They were in spiritual infancy. അവർ ആത്മീയ ശൈശവാവസ്ഥയിലായിരുന്നു. ആത്മീയ ശൈശവാവസ്ഥയിൽ അവർ വളർന്നില്ല. പ്രായത്തിനൊത്ത വളർച്ച കൈവരിക്കാത്തവരായിരുന്നു. വായനക്കാരായിരുന്നുവെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദീകരണം നമ്മളെ പുസ്തകത്തിനകത്തേക്ക് വരുമ്പോഴുണ്ട്. ഇപ്പോൾ നമ്മൾ പുസ്തകം ഒന്ന് പരിചയപ്പെടുക. അകത്തേക്ക് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിക്കും, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ. ഇതുവരെ ഉള്ളതൊന്നും കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. പുസ്തക പരിചയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യത്തിന് അവസരങ്ങൾ തരാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അടുത്തത് വായനക്കാരാരാണെന്നുള്ളതിൻ്റെ അടുത്ത ഒരു സംഗതി. സ്തോത്രം. They were negligent people of such a great salvation. Negligent people. ഇത്ര വലിയ രക്ഷയായിട്ടും രക്ഷയെ ഗണ്യമാക്കാത്ത ആത്മീയ ഉഴപ്പന്മാരായിരുന്നു ഇവർ. They were irresponsible people regarding such a great salvation, as we already read from chapter 2, verses from 3 and 4. 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ ഈ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയ, ആത്മീയ വിഷയത്തെ ഗൗരവമായി കാണാഞ്ഞ, ആത്മീയ വിഷയങ്ങളിൽ അലസന്മാരും ഉഴപ്പന്മാരുമായിരുന്ന വിശ്വാസികളായിരുന്നവർ. They were not serious about their spirituality. They were having an irresponsible religiosity. നിരുത്തരവാദിത്വപരമായ ആത്മീയ ജീവിതം നയിച്ചിരുന്ന മനുഷ്യർ. സ്തോത്രം. അങ്ങനെയുള്ളവരായിരുന്നു ഇവർ. അതാണ് നാം 2-ാം അധ്യായത്തിൽ കാണുന്നത്. മറ്റൊന്ന്, they were well versed in the Old Testament. പഴയ നിയമത്തെ വളരെ നന്നായി അറിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു. They were well versed in the Old Testament. പഴയ നിയമത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരായിരുന്നു. അത് പൊതുവെ യഹൂദന്മാർ അങ്ങനെയാണല്ലോ. അതിനുവേണ്ടിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മതപരമായ പഠനം നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. നമ്മൾ സൺഡേ സ്കൂള് വയ്ക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സൺഡേ സ്കൂളുകളൊന്നും അത്ര കാര്യക്ഷമമല്ല. Our Sunday schools are not that effective in transmitting the truths to the children. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വിഷയത്തിൽ, ദൈവിക വിഷയത്തിൽ, വിശ്വാസ വിഷയത്തിൽ പ്രബുദ്ധരാക്കുന്നതിൽ നമ്മുടെ സൺഡേ സ്കൂളുകൾ അത്ര കണ്ട് പോരാ.
പോരാ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ച് 10ഉം 12ഉം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടിറങ്ങിയാലും അവർക്ക് വിശ്വാസ സംബന്ധമായ നല്ല ഉറപ്പില്ല, നല്ല അറിവില്ല. പിന്നെയും പിന്നെയും അവർക്ക് സംശയങ്ങള്. ഈവൻ ദൈവവചനത്തെ പോലും ശരിയായി മനസ്സിലാക്കാത്തവരാണവർ. എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടെന്ന്. ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയുമൊക്കെ ചെയ്യണം. അതിലൊരു പ്രധാന കാര്യം കുഞ്ഞുങ്ങളെ വേണ്ടതുപോലെ പഠിപ്പിക്കാനുള്ള സമയം നമുക്ക് സൺഡേ സ്കൂളുകൾക്ക് ഇല്ലെന്നുള്ളതാണ്. സൺഡേ സ്കൂളിന്റെ അവലോകനോ യോഗമൊന്നും അല്ലത്. എന്നാലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കാൻ നമുക്ക് സമയം, ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തണം. ചില സഭകളിലൊക്കെ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ സൺഡേ സ്കൂളുണ്ട്. എന്നാൽ ആ സൺഡേ സ്കൂളുകളിൽ കൂടുതൽ സമയം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കാറുള്ളത്? പാട്ടിനും കഥ പറയാനും ആക്ഷൻ സോങ്സിനും കൊറിയോഗ്രാഫിക്കും ഒക്കെ അല്ലേ? അല്ലാത്തവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ഒരല്പസമയം 10-20 മിനിറ്റൊക്കെ ക്ലാസ്സിന് വേണ്ടി. ഈ 10-20 മിനിറ്റ് കൊണ്ട് ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? അവരുടെ ചോദ്യങ്ങളെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചോദ്യം ചോദിക്കത്തക്ക നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ടോ? സ്തോത്രം. ഈ വിഷയത്തോട് ചേർന്ന് ഞാനങ്ങ് പറഞ്ഞതാ. എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നെങ്കിലാകട്ടെ. അപ്പൊ യഹൂദന്മാര്, ഈ എബ്രായ ക്രിസ്ത്യാനികൾ പഴയ നിയമത്തിൽ വളരെ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ എത്ര വാക്യങ്ങളാ! ഇതുകൊണ്ട് 100 ചില്ലുവാനം പഴയ നിയമ ഉദ്ധരണികൾ ഇതിനകത്ത് നമുക്ക് കാണാം. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പം പഴയ നിയമത്തെക്കുറിച്ച് വളരെ നല്ല ഗ്രാഹ്യമുള്ള ഒരു സംഘമായിരുന്നു ഈ വായനക്കാർ. 1-ാം അധ്യായം മുതലേ അതിന് തെളിവുണ്ട്. 11-ാം അധ്യായത്തിൽ നമ്മളെ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കുന്നവരുടെ ഹാബേൽ മുതൽക്കുള്ളവരുടെ പട്ടിക കാണുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ബോധ്യമുള്ളവരായിരുന്നു. ആ വാക്യങ്ങളെല്ലാം അതിനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും. അടുത്തത് ഈ വായനക്കാർ ആരായിരുന്നു എന്നുള്ളത്. They were doubtful of the credibility of Jesus, sufficiency and efficiency of Christ to save them fully. They were doubting people of Christ's credibility, sufficiency, efficiency to save them. യേശുക്രിസ്തുവിന്റെ കഴിവിൽ എന്തിനുള്ള? രക്ഷിപ്പാനുള്ള യേശുക്രിസ്തുവിന്റെ പര്യാപ്തതയെയും കാര്യക്ഷമതയെയും സംശയിക്കുന്നവരായിരുന്നു. ക്രിസ്തുവിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസം അങ്ങനെ വന്നിരുന്നില്ല. അതുകൊണ്ടാണ് 7:25 അപ്പോസ്തലൻ പറഞ്ഞത്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ ഭാഗികമായിട്ടാണോ? പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. അവൻ പ്രാപ്തൻ. കണ്ടോ, ക്രിസ്തുവിന്റെ പ്രാപ്തിയിൽ അവർ അവിശ്വസിച്ചപ്പോൾ ലേഖകൻ പറഞ്ഞു, ക്രിസ്തു പ്രാപ്തൻ. He is efficient to save you completely. സ്തോത്രം. രണ്ട് മൂന്ന് മിനിറ്റുകളെ ഇനി നമ്മുടെ മുമ്പിൽ ഉള്ളൂ. ഞാൻ വേഗത്തിൽ
ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞങ്ങ് നിർത്താം. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവിടേക്ക് പോകുന്നില്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം നിർത്താം. 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സുകളുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഉള്ളവർക്ക് ഒരു ആവർത്തനമായിരിക്കും, എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ്സിലെ ആദ്യത്തെ വിഷയം, ഈ ക്ലാസ് തുടങ്ങാനുള്ള കാരണമായിട്ട് നമ്മൾ പ്രസ്താവിച്ചതാണ്. 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഈ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? ഇവര് എങ്ങനെയുള്ള ജനതയാണ്? ക്രിസ്തുവിൽ നിന്ന് കണ്ണുകൾ മാറിപ്പോയ, യേശുവിൽ നിന്ന് നോട്ടം മാറിപ്പോയ ജനത. These recipients were such a group who missed Christ. Their eyes were slipped away from Christ. They began to look somewhere else, not on Christ. Their focus was something or someone else. ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തുവിനെ നോക്കുന്നതിൽ നിന്ന് അവർ മാറിപ്പോയിരുന്നു. സ്തോത്രം. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു സ്ഥിരത നഷ്ടപ്പെട്ടവർ. Who lost their pace and direction. സ്ഥിരത നഷ്ടപ്പെട്ടവർ. They did not have that endurance. They lost their patience. സ്തോത്രം. അടുത്തത് നാം കാണുന്നു 3-ാമത്തെ വാക്യത്തിൽ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തുപോയവർ. Who became fainted, who were exhausted. ആത്മീയമായി ക്ഷീണിച്ച് മടുത്തുപോയവർ. ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ നമ്മൾ ഉണ്ടോ നോക്കിക്കോണേ. സ്തോത്രം. എത്ര കാര്യങ്ങളായി ഇപ്പോൾ? 14. സ്തോത്രം. We got 16, I think. ഓക്കെ. കുഴപ്പമില്ല, എണ്ണം തെറ്റിയാലും സാധനമല്ല ഉണ്ടായിരുന്ന മതി. ബിന്ദു സിസ്റ്റർ എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 18. ഓക്കെ, കുഴപ്പമില്ല, എത്ര ആയിക്കോട്ടെ, ഒന്നും പോകാതിരുന്നാ മതി. സ്തോത്രം. അപ്പം ഇത് തന്നെ നമുക്ക് രണ്ടാക്കാൻ പറ്റുന്നതാ. ക്ഷീണിച്ചവർ, മടുത്തവർ. സമയം നമ്മുടെ തീർന്നത് കൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു വിടുക എന്നേ ഉള്ളൂ. ക്ഷീണിച്ച്, ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തവർ. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മുഷിഞ്ഞു പോയവർ. എന്താ അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്? Not be weary when reproved by him. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. And have you forgotten the exhortation that addresses you as sons? My son, do not regard lightly the discipline of the Lord, nor be weary when reproved by him. Okay, praise God. Who take God's disciplines lightly. സ്തോത്രം. ദൈവത്തിൻ്റെ ബാലശിക്ഷകളെ
ദൈവത്തിൻ്റെ ശിക്ഷകളെ നിരസിക്കുന്നവരും അതിൽ മുഷിഞ്ഞു പോകുന്നവരും മുഷിഞ്ഞുപോയവരുമാണവർ. They were people who were disparaging the chastening of the Lord, and they were disheartened. മുഷിഞ്ഞുപോയവർ, അങ്ങ് ബോറടിച്ചവർ. ഇരുന്ന് മുഷിഞ്ഞെന്നൊക്കെ പറയത്തില്ലേ? സ്തോത്രം. അങ്ങനെയുള്ളവരായിരുന്നു. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ again 5-6, മലയാളത്തിൽ 6-ാം വാക്യമാണ്, ഇംഗ്ലീഷിൽ For the Lord disciplines the one he loves and chastises every son whom he receives. Yeah, did you forget? Yeah, it is maybe 5th verse in English, no? Have you forgotten? And have you forgotten the exhortation that addresses you as sons? Yeah, that is verse 5. Yeah, 5. Okay. മലയാളത്തിൽ 6-ാമത്തെ വാക്യമാണ്, ദൈവവചനത്തെ അല്ലെ ദൈവിക പ്രബോധനത്തെ മറന്നുകളഞ്ഞവർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ ഉള്ള ഒരു ജനത, അവരോടാണ് ഈ ലേഖനം ഇടപെടുന്നത്. അവർക്കാണ് ഈ ലേഖനം എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനിയുമുണ്ട് വേറെയും കാര്യങ്ങൾ, തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ മതിയാവും. ഈ കൂട്ടത്തിൽ നമ്മുടെ കാര്യം വല്ലതും വന്നോ? പരസ്യമായിട്ട് പറയണ്ട, എന്നാലും കാണുമല്ലോ അല്ലേ? സ്തോത്രം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പറഞ്ഞ 14, 16, 18, 20 ഒക്കെ കാര്യങ്ങളിൽ നമ്മളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനം ആർക്കും കൂടെ ഉള്ളതാ? യെസ്, ഓഫ് കോഴ്സ്. തീർച്ചയായും ഇത് നമുക്കും കൂടെ ഉള്ളതാ. നമുക്കതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണെന്ന നിലയിൽ പഠിക്കുവാനായിട്ട് നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. നാം ആരും മുഷിഞ്ഞും മടുത്തും ക്ഷീണിച്ചും ഒന്നും പോകാതെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ അധികം വർദ്ധിപ്പിച്ച് ഉത്സാഹത്തോടെ, ഊർജ്ജസ്വലതയോടെ മുൻപോട്ട് ജീവിക്കേണ്ടതിന് നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.